പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് മുഖ്യമന്ത്രിയുടെ ക്ലീൻ ചിറ്റ്. ഇതോടെ ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ച PV അൻവർ മുതലുള്ളവർ എല്ലാം ശശിമാരായി. അതാണ് പിണറായി. ശശിക്ക് ക്ലീൻ സർട്ടിഫിക്കറ്റാണ് പിണറായി നൽകിയിരിക്കുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത വിശുദ്ധനാണത്രേ ശശി. ഇതാണ് കൂട്ടരെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പെണ്ണുപിടിയന്മാരെയും കള്ളന്മാരെയും വെട്ടിപ്പുകാരെയും ഒക്കെ വാഴ്ത്തപ്പെട്ടവരാക്കി മാറ്റുന്ന വിപ്ലവ പാർട്ടിക്ക് നമുക്ക് ജയ് വിളിക്കാം, സിന്ദാബാദ് വിളിക്കാം. പി ശശിയുടെ നാണം കെട്ട കഴിഞ്ഞകാല കഥകളൊന്നും ഇനി ആരും മിണ്ടിപ്പോകരുത്. പിണറായി പിടിച്ചകത്തിടും. പി ശശിക്ക് സ്തുതി പാടുന്ന തിരുവാതിരപ്പാട്ടും തിരുവാതിര കളിയുമൊക്കെ ഉടൻ കാണാനുള്ള ഭാഗ്യവും നമുക്ക് കൈവരുമെന്ന് പ്രതീക്ഷിക്കാം. പിണറായി ഭരണം കരുത്തുറ്റ ഭരണമായി ഭൂലോകമെമ്പാടും കേളികൊട്ടി മാലോകരെല്ലാരും വാഴ്ത്തിപ്പാടി. ഇന്നീ കേരളം ഭരിച്ചിടും പിണറായി വിജയനെന്ന സഖാവിന് 100 കോടി അഭിവാദ്യങ്ങൾ. ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ പിണറായി വിജയനെന്ന സഖാവ് തന്നെ. എതിരാളികൾ കൂട്ടത്തോടെ പീഡിപ്പിച്ച സമയത്തെല്ലാം അടിപതറാതെ പോരാടിയ ധീരസഖാവ് നമ്മുടെ പിണറായി. പി ശശിയാണ് സഖാവിന്റെ ശക്തി ചൈതന്യം. വിശുദ്ധനാം ശശിയെ നാം പൂവിട്ടു പൂജിക്കുക. പുണ്യമാം ദേഹമത്രേ പി ശശി, കൈതൊഴാം പി ശശി കൈതൊഴാം എന്നിങ്ങനെ ആ തിരുവാതിരപ്പാട്ട്, അതായത് പണ്ട് പിണറായിക്ക് സ്തുതി പാടിയ തിരുവാതിരപ്പാട്ട്, ആ മെഗാ തിരുവാതിരയുടെ പാട്ടൊന്ന് മോഡിഫൈ ചെയ്താൽ ഗംഭീരമാകും. അതിനുള്ള പണി മരുമോന്റെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചത്. പി ശശിയുടേത് മാതൃകാപരമായ പ്രവർത്തനമാണത്രേ. ഒരു തെറ്റും പി ശശി ചെയ്തിട്ടില്ല, ചെയ്യില്ല. അതാണ് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. നിയമവിരുദ്ധമായി ഒന്നും ഇവിടെ നടക്കില്ല എന്ന് കൂടി മുഖ്യമന്ത്രി പറയുന്നു. നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്താൽ പി ശശി എന്നല്ല ആരും സീറ്റിൽ കാണില്ല. ആരോപണം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആർക്കെതിരെയും നടപടി സ്വീകരിക്കില്ല എന്നൊരു കാര്യം കൂടി മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു സ്ഥാനത്ത് നിന്നും ആരോപണത്തിന്റെ പേരിൽ ആരെയും മാറ്റാൻ പറ്റില്ല. അതാണത്രേ നിലപാട്. ആ പാവം ഉമ്മൻചാണ്ടി എങ്ങാനും ഇത് കേട്ടിരുന്നെങ്കിൽ കല്ലറ പൊളിച്ചിറങ്ങി വന്ന് പിണറായിക്കിട്ട് പൊട്ടിക്കുമായിരുന്നു. പക്ഷേ അന്വേഷണ റിപ്പോർട്ടിൽ തെറ്റ് കണ്ടാൽ ആരും സംരക്ഷിക്കപ്പെടുകയും ചെയ്യില്ലെന്ന് കൂടി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. അപ്പോൾ അക്കാര്യവും തീരുമാനമായി എന്ന് നമുക്ക് ഊഹിക്കാം. അന്വേഷിക്കുന്നത് ആര് എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമായ കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ അന്വേഷണ റിപ്പോർട്ടിൽ ഒരു മണ്ണാങ്കട്ടയും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പി ശശിയെ മാത്രമല്ല ADGP MR അജിത് കുമാറിനെയും നിലവിൽ മാറ്റില്ലെന്ന് കൂടി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇനി എല്ലാവർക്കും പിരിഞ്ഞു പോകാം. നന്ദി, നമസ്കാരം.